أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് വിവരിക്കാൻ പോകുന്ന സഹാബിയുടെ പേര് ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ എന്നാണ്. ഹസ്രത്ത് അബ്ദുല്ലയുടെ പിതാവിന്റെ പേര് റവാഹ ബിൻ സഅലബ എന്നും മാതാവിന്റെ പേര് കഫ്ഷ ബിൻത് വാക്കൈ ബിൻ അമ്ര എന്നാണ്. അവര് അൻസാറുകളുടെ ഗോത്രമായ കബീല ഖസ്റജിലെ കുടുംബം ബനു ഹാരിസയിൽ നിന്നുള്ളവരായിരുന്നു. ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ ബൈഅത്തെ ഉഖബയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ബനു ഹാരിസ് ബിൻ ഖസ്റജിന്റെ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര് അബു മുഹമ്മദ് എന്നായിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ അബു റവാഹ എന്നും അബു അമർ എന്നും വിവരിച്ചിട്ടുണ്ട്. അൻസാറുകളുടെ ഒരാളിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ, ഹസ്രത്ത് മിഖ്ദാദ് എന്നിവർക്കിടയിൽ സാഹോദര്യ ബന്ധം സ്ഥാപിച്ചു. ഇബ്നു സഅദിന്റെ അഭിപ്രായത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന ആളുകൂടിയായിരുന്നു അദ്ദേഹം. ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ ബദർ യുദ്ധം, ഉഹദ് യുദ്ധം, ഖന്തക് യുദ്ധം, ഹുദൈബിയ സന്ധി, ഖൈബർ യുദ്ധം, ഉംറത്തുൽ ഖദാ അടക്കം എല്ലാ യുദ്ധങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മുഅത്ത യുദ്ധത്തിൽ ഷഹീദായി. മുഅത്ത യുദ്ധത്തിൽ നിശ്ചയിക്കപ്പെട്ട നേതാക്കന്മാരിൽ ഒരു നേതാവ് അദ്ദേഹമായിരുന്നു. ഒരു റിവായത്തിൽ വന്നിരിക്കുന്നു, ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷത്തിൽ ഹാജരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഒരു ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഖുത്ബക്കിടക്ക് അവിടുന്ന് പറഞ്ഞു, ഇരിക്കുക. ഇത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം പള്ളിക്ക് പുറത്ത് എവിടെയാണോ അദ്ദേഹം നിന്നിട്ടുണ്ടായിരുന്നത് അവിടെ ഇരിക്കുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുത്ബയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഈ വാർത്ത അങ്ങേക്ക് എത്തുകയുണ്ടായി. അവിടുന്ന് പറയുകയുണ്ടായി, സാദക്കല്ലാഹു ഹിർസൻ അലാ തവാഅത്തില്ലാഹി വ തവാഅത്തിർ റസൂലി. അല്ലാഹുവിന്റെയും റസൂലിന്റെയും അനുസരണത്തിന്റെ ആഗ്രഹം, ആഗ്രഹത്തിൽ അല്ലാഹു താങ്കളെ കൂടുതൽ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇതുപോലുള്ള ഒരു സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിനെ കുറിച്ചും ലഭ്യമാണ്. ആ സംഭവം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഖുതുബയിൽ ഞാൻ വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹദ്റത്ത് അബ്ദുല്ല ബിൻ മസൂദിൽ നിന്ന് ഇത് തന്നെയാണ് നിവേദനം. അദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹം ഇരുന്നു. അങ്ങനെ ഇരുന്നു കൊണ്ട് അദ്ദേഹം അകത്തേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ജിഹാദിന് ഏറ്റവും ആദ്യം വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ഏറ്റവും അവസാനം തിരിച്ചു വരികയും ചെയ്യുന്ന ആളായിരുന്നു. ഹദ്റത്ത് അബൂ ദർദ വിവരിക്കുന്നു, ഞാൻ ആ ദിവസത്തെക്കുറിച്ച് അള്ളാഹുവിനോട് അഭയം തേടുന്നു. ഏതൊരു ദിവസത്തിലാണോ ഞാൻ അബ്ദുല്ല ബിൻ റവാഹയെ കുറിച്ച് സ്മരിക്കാത്തത്. അദ്ദേഹം മുന്നിലൂടെ വരുമ്പോൾ, എന്നെ കാണുമ്പോൾ എന്റെ നെഞ്ചിൽ കൈവെക്കുമായിരുന്നു. അതായത് അത്തരം രീതിയായിരുന്നു. എല്ലാ ദിവസവും അദ്ദേഹം കാണുമ്പോൾ അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന്റെ സംസാരം ആ വിധത്തിലായിരുന്നു. അത് വിവരിക്കപ്പെടേണ്ടത് നിർബന്ധമാണ്. എന്നിട്ട് പറയുന്നു, അദ്ദേഹം മുന്നിലൂടെ വരുമ്പോൾ പറയുമായിരുന്നു, നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുമായിരുന്നു. പിന്നെ അദ്ദേഹം പോകുമ്പോൾ എന്റെ തോളുകൾക്കിടയിൽ കൈവച്ചുകൊണ്ട് എന്നോട് പറയുമായിരുന്നു,
യാ ഉവമിർ ഇജ്ലിസ് ഫൽനുഅ്മിൻ സാ, ഉവൈമിർ ഇരിക്കൂ, നമുക്ക് അല്പനേരം നമ്മുടെ ഈമാൻ നവീകരിക്കാം. അങ്ങനെ ഞങ്ങൾ ഇരിക്കുകയും അള്ളാഹുവിനെ സ്മരിക്കുകയും ചെയ്യുമായിരുന്നു, എത്രത്തോളം അള്ളാഹു ഉദ്ദേശിക്കുന്നുവോ. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ പറയുമായിരുന്നു, ഉവൈമിർ, ഇത് ഈമാന്റെ സദസ്സാണ്. ഹദ്റത്ത് ഇമാം അഹമ്മദിന്റെ ഗ്രന്ഥം കിതാബ് സുഹുദിൽ വിവരിച്ചിരിക്കുന്നു, ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ഏതെങ്കിലും സുഹൃത്തിനെ കാണുമ്പോൾ പറയുമായിരുന്നു, വരൂ നമുക്ക് അല്പനേരം ഇരുന്ന് നമ്മുടെ റബ്ബിന്റെ മേലുള്ള ഈമാനെ നവീകരിക്കാം. ഇതിനെക്കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു ഇബ്നു റവാഹയുടെ മേൽ കരുണ ചൊരിയട്ടെ, അദ്ദേഹത്തിന് അത്തരം സദസ്സുകളോട് സ്നേഹമാണ്, ഏതൊന്നിനെ കുറിച്ചാണോ മലക്കുകൾ അഭിമാനിക്കുന്നത്. ഹദ്റത്ത് അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിഅമർ റജുലു അബ്ദുല്ലാ ബിൻ റവാഹ, അബ്ദുല്ല ബിൻ റവാഹ എത്ര നല്ല ഒരു മനുഷ്യനാണ്. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയെ ഖൈബർ വിജയത്തിന് ശേഷം പഴങ്ങളുടെയും വിളവിന്റെയും കണക്കെടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചയച്ചിരുന്നു. ഒരു പ്രാവശ്യം ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ഇത്രമാത്രം രോഗിയായി അദ്ദേഹം ബോധരഹിതനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സന്ദർശിക്കാനായി പോയി പറഞ്ഞു, അല്ലാഹുവേ, അഥവാ ഇദ്ദേഹത്തിന്റെ നിശ്ചയിക്കപ്പെട്ട സമയം വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അദ്ദേഹത്തിന് നീ എളുപ്പമാക്കി കൊടുക്കണമേ. അതായത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയമാണ് എങ്കിൽ എളുപ്പമാക്കി കൊടുക്കണമേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ട സമയമായിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് നീ ഷിഫ നൽകണമേ. ഈ ദുആക്ക് ശേഷം ഹദ്റത്ത് അബ്ദുള്ളയുടെ പനിയിൽ അല്പം കുറവുണ്ടായി, അദ്ദേഹത്തിന് അങ്ങനെ അനുഭവപ്പെട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു, ഓ എന്റെ പർവ്വതമേ, എന്റെ തണലെ, ഞാൻ രോഗിയായിരുന്ന സമയത്ത് അപ്പോൾ ഞാൻ കണ്ടു ഒരു മലക്ക് കമ്പി കൊണ്ടുള്ള ഒരു വടിയെടുത്ത് കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് ചോദിക്കുന്നു, നീ അങ്ങനെ തന്നെയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു, അതെ. അപ്പോൾ ആ മലക്ക് എന്നെ കൊണ്ട് അടിക്കുകയുണ്ടായി. മറ്റൊരു നിവേദനം ഇപ്രകാരമാണ്, ഇതാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മലക്ക് ഒരു കമ്പി എടുത്തിരുന്നു, എന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു, നീ അങ്ങനെയാണോ? ഏതുപോലെയാണ് നിന്റെ ഉമ്മ പറയുന്നത്? നീ ഒരു പർവ്വതമാണോ? നീ എന്റെ തണലാണോ? ഇത് ഒരു തരത്തിലുള്ള ശിർക്ക് സംസാരമാണ്. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ പറയുന്നു, ഞാൻ അങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ തീർച്ചയായും അതുകൊണ്ട് അടിക്കുമായിരുന്നു. അദ്ദേഹം ഒരു കവി കൂടിയായിരുന്നു. ആ കവികളിൽപ്പെട്ട ആളായിരുന്നു. ആരാണോ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് നിഷേധികളുടെ നിരർത്ഥക സംസാരങ്ങൾക്ക് മറുപടി നൽകിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കവിതാശകലം ഇപ്രകാരമാണ്, ഇന്നി തഫറഖ്തു ഫീകൽ ഖൈറ അറഫു അല്ലാഹു യഅലമൻ മാ ഖാനനിൽ ബസ്രി അൻത നബിയു വമൻ യഹ്രിമ ശഫാഅത യൗമൽ ഹിസാബി ഫഖദ് അസ്ദ ബിഹിൽ ഖദർ ഫസബ്ബിത്തുല്ലാഹു മാ അതാക മിൻ ഹസൻ തസ്ബീത മൂസ വനസ്രൻ കല്ലദി നസറു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ വ്യക്തിത്വത്തിൽ നന്മ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനറിയാം, എന്റെ ദൃഷ്ടികൾ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. താങ്കൾ പ്രവാചകനാണ്. ഖിയാമത്ത് നാളിൽ ആരാണോ താങ്കളുടെ ശിഫാഅത്ത് നിഷേധിക്കപ്പെട്ടതായിട്ടുള്ളത്, നിശ്ചയമായും വിധി അദ്ദേഹത്തെ നിഷ്ഫലനാക്കി കളഞ്ഞു. അള്ളാഹു താങ്കൾക്ക് നൽകിയ നന്മകളിൽ സ്ഥിരത നൽകട്ടെ, ഏതുപോലെ മൂസാക്ക് സ്ഥിരത നൽകിയോ. താങ്കളെ സഹായിക്കട്ടെ, ഏതുപോലെ പ്രവാചകന്മാരെ അള്ളാഹു സഹായിച്ചുവോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കവിത കേട്ടുകൊണ്ട് പറയുകയുണ്ടായി, ഓ ഇബ്നു റവാഹ, അള്ളാഹു താങ്കളെ അടിയുറച്ചു നിർത്തുമാറാകട്ടെ. ഹിഷാം ബിൻ ഉർവ വിവരിക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് ഈ ദുആയുടെ ഫലമായി നല്ല നിലയിൽ കാൽ ഉറപ്പിച്ചു നിർത്തുകയുണ്ടായി. ഏതുവരെ എന്നാൽ അദ്ദേഹം ഷഹീദാവുകയും അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഷഹീദായിക്കൊണ്ടതിൽ പ്രവേശിക്കുകയും ചെയ്തു. ഇബ്നു സഅദ് പറയുന്നു, ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ വശറാഉ യത്തബിഉമുൽ ഗാവൂൻ,
കവികൾ അവർ വഴിപിഴച്ചവരെ പിൻപറ്റുന്നവരാണ്. അപ്പോൾ ഹസ്രത്ത് അബ്ദുല്ല ബിൻ റവാഹ പറയാൻ തുടങ്ങി, അള്ളാഹുവിന് നല്ലപോലെ അറിയാം, ഞാൻ അവരിൽപ്പെട്ടവനല്ല. അപ്പോൾ അള്ളാഹു ഈ ആയത്ത് ഇറക്കുകയുണ്ടായി, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരൊഴിച്ച്. മുഅ്ജിമു ശുഅറായുടെ രചയിതാവ് എഴുതുന്നു, ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ജാഹിലിയ്യത്ത് കാലഘട്ടത്തിലും വളരെ സ്ഥാനമാനങ്ങളുള്ള വ്യക്തിത്വമായിരുന്നു. ഇസ്ലാമിന്റെ കാലഘട്ടത്തിലും അദ്ദേഹത്തിന് വളരെ ഉന്നതമായ സ്ഥാനം ലഭിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു കവിതാശകലം ഹദ്റത്ത് അബ്ദുല്ല പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ വരിയാണെന്ന് പറയാവുന്നതാണ്. അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ നല്ലപോലെ വിവരിക്കുന്നു. ഹദ്റത്ത് അബ്ദുല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ലൗലൻ തകും ഫീഹി ആയാതും മുബയ്യിനതുൻ കാനത് ബദീഹതു തംബീക ബിൽ ഖബർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വത്തെ കുറിച്ച് വ്യക്തമായ അടയാളങ്ങളും പ്രകാശിതമായ മുഅ്ജിസത്തുകളും ഇല്ലെങ്കിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തന്നെ യാഥാർത്ഥ്യം വെളിപ്പെടാൻ മതിയായതാണ്. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ എഴുത്തും വായനയും അറിയുന്ന ആളായിരുന്നു. ആ കാലഘട്ടത്തിൽ അറബികളിൽ എഴുത്ത് അറിയുന്നവർ വളരെ കുറച്ചുപേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിന്റെ അവസാനത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സയ്യിദ് ബിൻ ഹാരിസയെ മദീനയുടെ ഭാഗത്തേക്കും ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയെ അവാലിയുടെ പ്രദേശത്തേക്കും വിജയത്തിന്റെ സന്തോഷ വാർത്ത അറിയിക്കാനായി ബദറിന്റെ മൈതാനത്തിൽ നിന്ന് നിയോഗിച്ചയക്കുകയുണ്ടായി. അവാലി മദീനയുടെ ഉയർന്ന പ്രദേശമാണ്. അത് 4 മൈൽ മുതൽ 8 മൈൽ ഇടയിലുള്ള സ്ഥലമാണ്. അവിടെ കുബായും അതേപോലെ തന്നെ ഏതാനും ചില ഗോത്രങ്ങളും താമസിക്കുന്ന സ്ഥലമാണ്. ഹദ്റത്ത് സഈദ് ബിൻ ജുബൈറിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് ഹറാമിൽ ഒട്ടകപ്പുറത്ത് പ്രവേശിക്കുകയുണ്ടായി. അവിടുന്ന് വടികൊണ്ട് ഹജർ അസ്വദിന് ചുംബനം നൽകുകയായിരുന്നു. അങ്ങയോടൊപ്പം അബ്ദുല്ല ബിൻ റവാഹയും ഉണ്ടായിരുന്നു. ഒട്ടകത്തിന്റെ മൂക്കർ അദ്ദേഹമാണ് പിടിച്ചിരുന്നത്. ഈ കവിത ചൊല്ലുന്നുണ്ടായിരുന്നു, ഖല്ലു ബനിൽ കുഫാരി അൻ സബീലിഹി നഹ്നു ദറബുകും അലാ തഅവിലിഹി സർബൻ യുസീൽ ഹാമ അൻ മഖീലിഹി. അല്ലയോ കുഫാർ, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കുക. ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നതിലൂടെ ഈ ഒരു അടി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഏതുപോലെ തലകളെ വിശ്രമ സമയത്ത് അതിന്റെ സ്ഥാനത്ത് നിന്ന് അറുത്തുമാറ്റുന്നുവോ. ഹദ്റത്ത് ഖൈസ് ബിൻ അബു ഹാസിമിൽ നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയോട് പറയുകയുണ്ടായി, ഇറങ്ങൂ, നമ്മുടെ ഒട്ടകത്തെ തളിക്കൂ. അതായത് ഏതാനും കവിത ചൊല്ലിക്കൊണ്ട് ഒട്ടകത്തെ വേഗതയിലാക്കുക, ഏതുപോലെ യഹൂദികൾ പറയുന്നുവോ. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ഞാൻ ഈ കലാം ഉപേക്ഷിച്ചിരിക്കുന്നു. ഹദ്റത്ത് ഉമർ പറഞ്ഞു, കേൾക്കുക, അനുസരിക്കുക. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ഈ കവിത പറഞ്ഞുകൊണ്ട് തന്റെ ഒട്ടകപ്പുറത്ത് നിന്നിറങ്ങി, യാ റബ്ബി ലൗല അൻത മാ ഹദൈന വലാ തസ്തഗ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വസബിത്തിൽ അഖ്ദാമ അൻ അലാഖിന ഇന്നൽ കുഫാറ ഖദ് ബഗൗ അലൈന. അല്ലയോ നാഥ, നീ ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നേർമാർഗം പ്രാപിക്കുമായിരുന്നില്ല, നമസ്കരിക്കുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല. ഞങ്ങളിൽ സമാധാനം ഇറക്കിയാലും ഞങ്ങളുടെ ശത്രുക്കളെ നേരിടുമ്പോൾ ഞങ്ങളുടെ ചുവടുകൾ ഉറപ്പിച്ചു നിർത്തിയാലും, കാരണം നിഷേധികൾ ഞങ്ങളെ ആക്രമിച്ചിരിക്കുകയാണ്. വക്കീ പറയുന്നു, മറ്റൊരു റാവിദിൽ ഇത്രമാത്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്, വൈൻ അറാദു ഫിത്നതൻ അബിയന, അവർ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ അതിനെ നിരാകരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ആ ഫിത്നയും ഫസാദിനെയും ഇല്ലായ്മ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല. റാവി പറയുണ്ടായി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, അള്ളാഹുവെ അദ്ദേഹത്തെ കാരുണ്യം ചൊരിയണം. ഹദ്റത്ത് ഉമർ പറഞ്ഞു, അത് നിർബന്ധമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ കാരണം ആ കാരുണ്യം, റഹ്മത്ത് അദ്ദേഹത്തിന് നിർബന്ധമായി. ഹദ്റത്ത് ഉബാദ ബിൻ സാമിത്തിന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയെ രോഗ സന്ദർശനത്തിനായി പോയപ്പോൾ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് എതിർക്കാൻ സാധിച്ചില്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്കറിയാമോ എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ ആരാണ്? അപ്പോൾ ആളുകൾ പറഞ്ഞു, മുസ്ലിങ്ങൾ വധിക്കപ്പെടുകയാണെങ്കിൽ അത് ഷഹാദത്താണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അപ്പോൾ എന്റെ ഉമ്മത്തിലെ ശുഹദാക്കൾ വളരെ കുറവായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. മുസൽമാൻ ഷഹീദാവുക എന്ന് പറഞ്ഞാൽ മുസ്ലിം വധിക്കപ്പെടുന്നത് ഷഹാദത്താണ്. വയറിന്റെ രോഗം കൊണ്ട് മരിക്കുന്നത് ഷഹാദത്താണ്. വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് ഷഹാദത്താണ്. പ്രസവ സമയത്ത് വഫാത്താകുന്ന സ്ത്രീ ഷഹീദാണ്. ഇതെല്ലാം തന്നെ ഷഹാദത്തിന്റെ വിവിധ തരങ്ങളാണ്. ഹദ്റത്ത് ഉർവ ബിൻ സൈദിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്ത യുദ്ധത്തിൽ ഹദ്റത്ത് സൈദ് ബിൻ ഹാരിസയെ സൈന്യത്തിന്റെ തലവനാക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, അഥവാ ഇദ്ദേഹം ഷഹീദാകുകയാണെങ്കിൽ ഹദ്റത്ത് ജാഫർ ബിൻ അബൂ താലിബ് അദ്ദേഹത്തിന്റെ സ്ഥാനത്തായിരിക്കും. ഹദ്റത്ത് ജാഫറും ഷഹീദാകുകയാണെങ്കിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ നേതാവായിരിക്കും. അബ്ദുല്ലായും ഷഹീദാവുകയാണെങ്കിൽ മുസ്ലിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ തങ്ങളുടെ നേതാവായി നിശ്ചയിക്കുക. അങ്ങനെ സൈന്യം പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലവന്മാർക്ക് യാത്രയപ്പ് നൽകുകയും അവരുടെ സമാധാനത്തിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതാക്കന്മാരെയും അബ്ദുല്ല ബിൻ റവാഹയെയും യാത്ര അയച്ചപ്പോൾ അബ്ദുല്ല ബിൻ റവാഹ കരയാൻ തുടങ്ങി. ആളുകൾ കരയാനുള്ള കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ആണ് സത്യം. എനിക്ക് ഭൗതികതയോടുള്ള സ്നേഹമോ അതിന്റെ ആഗ്രഹമോ താല്പര്യമോ ഇല്ല. എന്നാൽ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ചൊല്ലുന്നതായി കേട്ടിട്ടുണ്ട്. വ ഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നിങ്ങളെല്ലാവരും തീർച്ചയായും അതിൽ പ്രവേശിക്കുന്നതാണ്. അതായത് നരകത്തിൽ ഇത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നിന്റെ റബ്ബിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ പറയുന്നു. എനിക്കറിയുകയില്ല സിറാത്ത് പാലം കയറുമ്പോഴും ഇറങ്ങുമ്പോഴും അവസ്ഥ എന്തായിരിക്കും എന്ന്. ഇതിനു മുമ്പ് ആയത്തിൽ നരകത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയമുണ്ടായത്. എന്നാൽ മറ്റായത്തുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്, വിശ്വാസി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ അവരെക്കുറിച്ചുള്ള പരാമർശമല്ല ഇത് എന്നുള്ളത്. ഏതായിരുന്നാലും മുസ്ലിങ്ങൾ പറയുകയുണ്ടായി, അള്ളാഹു നിങ്ങളോടൊപ്പമുണ്ട്. അവൻ ഞങ്ങളിലേക്ക് താങ്കളെ നന്മയോടുകൂടി തിരിച്ചു വരുന്നതായിരിക്കും. തഫ്സീർ സഗീറിന്റെ ഫുട് നോട്ടിൽ എഴുതിയിരിക്കുന്നു, തഫ്സീർ കബീർ രണ്ടു തരത്തിലുണ്ട്. ഒന്ന്, വിശ്വാസികൾക്കല്ല ഇത്, നിഷേധികൾക്കാണ് ഇതുള്ളത്. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഹദീസിൽ നിന്നും ഇതിന്റെ വിശദീകരണവും നൽകിയിട്ടുണ്ട്. ഇതിന്റെ ചുരുക്കം ഇപ്രകാരമാണ്. തഫ്സീർ കബീറിന്റെ ഫുട് നോട്ടിൽ എഴുതിയിട്ടുണ്ട്, വിശുദ്ധ ഖുർആനിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു, നരകങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഈ ലോകത്ത്, മറ്റൊന്ന് അടുത്ത ലോകത്ത്. ഇവിടെ പറയേണ്ട എല്ലാ ആളുകളും നരകത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതല്ല വിശ്വാസി നരകത്തിൽ പോകും എന്നുള്ളതല്ല. മറിച്ച് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വിശ്വാസി നരകത്തിന്റെ ഭാഗം ഈ ലോകത്ത് നിന്ന് തന്നെ പ്രാപിക്കുന്നു. അതായത് നിഷേധികൾ അവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ എത്തിക്കുന്നു. അതല്ലെങ്കിൽ വിശ്വാസി വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ലോകത്ത് നരകത്തിൽ ഒരിക്കലും പോവുകയില്ല. കാരണം വിശ്വാസികളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യസ്മഊന ഹസീസ. വിശ്വാസികൾ നരകത്തിൽ ഇത്രമാത്രം ദൂരത്തിലായിരിക്കും, അതിന്റെ ശബ്ദം പോലും അവർക്ക് കേൾക്കുകയില്ല. ബസ് വിശ്വാസികൾ നരകത്തിൽ പോവുക എന്നുകൊണ്ടുള്ള ഉദ്ദേശം അവർക്ക് ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രയാസങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പനിയെയും ഒരു തരത്തിലുള്ള നരകമായി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു, അൽഹുമ ഹസ്സു കുല്ലു മുഅ്മിനും മിനന്നാർ. അതായത് പനി നരകത്തിലെ അഗ്നിയുടെ വിശ്വാസിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു ഭാഗമാണ്. ഏതായിരുന്നാലും ഇത് അതിന്റെ അല്പം വിശദീകരണമാണ്. അദ്ദേഹത്തെ യാത്ര ചെയ്തപ്പോൾ മുസ്ലിങ്ങൾ അദ്ദേഹത്തോട് പറയേണ്ടത്, അള്ളാഹു ശത്രുക്കളുടെ കുഴപ്പങ്ങളിൽ താങ്കളെ രക്ഷിക്കുമാറാകട്ടെ. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ അപ്പോൾ ഈ കവിത ചൊല്ലുകയുണ്ടായി, ലാകിന്നനി അസ്അലുർ റഹ്മാന മഗ്ഫിറ വസർബൻ ذات فرع يقذف الزبد وطعنة بيدي حرانا مجهزا بحربة تنفذ الأحشاء والكبدا حتى يقولوا إذا مروا على جدسي يا أرشد الله من غاد وقد أرشدا.
എന്നാൽ ഞാൻ റഹ്മാനായ അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുന്നു. വാളുകൊണ്ട് അത്തരത്തിലുള്ള ആക്രമണത്തിലുള്ള തൗഫീക്ക് ചോദിക്കുന്നു. അത് ആഴത്തിലുള്ള മുറിവുണ്ടാക്കുന്നതും പുതിയ രക്തം ഒഴുക്കുന്നതുമാകട്ടെ. അതിൽ നിന്ന് നുരയും പതയും നിർഗളിക്കണം. അതുപോലെ തന്നെ ശൂലം കൊണ്ടുള്ള ആക്രമണം അത് പൂർണ്ണമായും തയ്യാറെടുപ്പോടുകൂടി ശക്തമായ രക്തദാതിയുടെ കൈകൊണ്ട് ചെയ്തതുപോലെ അത് വൻകുടലും കരളും മുറിച്ചു കടക്കുന്നതായിരിക്കും. ഏതുവരെ എന്നാൽ ആളുകൾ എന്റെ കബറിടത്തിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്തവേ അള്ളാഹു നിനക്ക് നന്മ ചൊരിയട്ടെ എന്ന് പറയണം. അള്ളാഹു അങ്ങനെ നന്മ ചൊരിയുകയും ചെയ്യുമാറാകട്ടെ. പിന്നീട് അബ്ദുല്ലാ ബിൻ റവാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാക്ഷ്യത്തിൽ ഹാജരായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യാത്രച്ചു. സൈന്യം പുറപ്പെട്ടു. ഏതുവരെ എന്നാൽ മാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി തമ്പടിച്ചു. മാൻ ഷാം രാജ്യത്തുള്ള ഹിജാസിന്റെ ഭാഗത്തുള്ള ബൽക്കായുടെ അടുത്തുള്ള ഒരു നഗരമാണ്. അവിടെ പോയപ്പോൾ അറിയാൻ സാധിച്ചു ഹർക്കിൾ 1,00,000 റോമക്കാരും 1,00,000 അറബി സൈന്യവുമായി മആബ് എന്ന സ്ഥലത്തു നിൽക്കുന്നുണ്ട്. മആബും സിറിയയിലെ ബൽക്കാക്ക് അടുത്തുള്ള ഒരു നഗരമാണ്. മുസ്ലിങ്ങൾ 2 ദിവസം മാനിൽ താമസിച്ചു. പരസ്പരം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആരെയെങ്കിലും അയച്ചുകൊണ്ട് ശത്രുക്കളുടെ ആധിക്യത്തെക്കുറിച്ച് പറയാം. സൈന്യം വളരെ വലിയ തോതിലാണുള്ളത്. ഒന്നുകിൽ ഞങ്ങളെ സഹായിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൽപ്പന ഞങ്ങൾക്ക് നൽകുക. എന്നാൽ അബ്ദുല്ലാ ബിൻ റവാഹ മുസ്ലിങ്ങളുടെ ആവേശത്തെ ഉദ്ദീപിപ്പിച്ചു. അങ്ങനെ അവർ 3000 പേരുണ്ടായിരുന്നിട്ടും മുന്നോട്ട് കുതിച്ചു. റൂമികളുമായി ബൽക്കായുടെ ഒരു പ്രദേശം മുഷാരിഫ് എന്ന സ്ഥലത്ത് എത്തുകയുണ്ടായി. മുഷാരിഫ് അത് സിറിയൻ രാജ്യത്ത് ഇസ്ലാമിന്റെ അനേകം സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഫാറാൻ നഗരത്തിനടുത്തുള്ളതാണ്, ഒന്ന് ദമിഷ്കിനടുത്തുള്ളതാണ്, ഒന്ന് ബൽക്ക് സമീപമുള്ളതാണ്. പിന്നീട് മുസ്ലിങ്ങൾ അവിടെ നിന്ന് മൂത്തായിലേക്ക് പിന്നോട്ട് വരികയുണ്ടായി. ഹദ്റത്ത് അനസിൽ നിന്ന് നിവേദനം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് ഹദ്റത്ത് ജാഫർ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ റവാഹ ഷഹീദായെന്നുള്ള വാർത്ത ആളുകളെ കേൾപ്പിക്കുകയുണ്ടായി. അവരിലേക്ക് ആ വാർത്ത ഒന്നും വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് പറയുകയുണ്ടായി സയ്യിദ് പതാക എടുത്തു, അദ്ദേഹം ഷഹീദായി. ജാഫർ പതാക എടുത്തു, അദ്ദേഹം ഷഹീദായി. പിന്നീട് അബ്ദുല്ലാ ബിൻ റവാഹ പതാക ഏന്തി, അദ്ദേഹം ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകുന്നുണ്ടായിരുന്നു. പറയുന്നുണ്ടായിരുന്നു, പിന്നീട് ആ പതാക അള്ളാഹുവിന്റെ വാളുകളിൽ നിന്ന് ഒരു വാളെടുത്തു. പിന്നീട് അദ്ദേഹം മുഖേന അള്ളാഹു വിജയം നൽകുകയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് സയ്യിദ് ബിൻ ഹാരിസ, ഹദ്റത്ത് ജാഫർ, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ റവാഹയുടെ ഷഹാദത്തിന്റെ വാർത്ത എത്തിയപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അവസ്ഥകൾ വിവരിക്കാനായി എഴുന്നേറ്റ് നിന്നു. ഹദ്റത്ത് സയ്യിദിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ആരംഭിച്ചു. അവിടുന്ന് പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർ ലി സയ്യിദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി സയ്യിദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി സയ്യിദിൻ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജാഫറ വൽ അബ്ദുല്ലാ റവാഹ. അല്ലാഹുവേ സയ്യിദിനോട് മഗ്ഫിറത്ത് ചെയ്താലും, അല്ലാഹുവേ സയ്യിദിനോട് മഗ്ഫിറത്ത് ചെയ്താലും, അല്ലാഹുവേ സയ്യിദിനോട് മഗ്ഫിറത്ത് ചെയ്താലും, അല്ലാഹുവേ ജഅഫറിനോടും അബ്ദുല്ലാ ബിൻ റവാഹയോട് മഗ്ഫിറത്ത് ചെയ്താലും. ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഹദ്റത്ത് സയ്യിദ് ബിൻ ഹാരിസ, ഹദ്റത്ത് ജഅഫർ, ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ റവാഹ എന്നിവർ ഷഹീദായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇരിക്കുകയായിരുന്നു. അങ്ങയുടെ മുഖത്ത് നിന്ന് ദുഃഖവും വ്യസനവും വെളിപ്പെടുന്നുണ്ടായിരുന്നു. ഹദ്റത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു മൂത്ത യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇത് മുമ്പ് ഹദ്റത്ത് സയ്യിദിനെ കുറിച്ച് പരാമർശിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും വീണ്ടും കേൾപ്പിക്കാൻ കുറച്ചു ഭാഗം. അവിടുന്ന് എഴുതുന്നു, ഇതിന്റെ തലവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സയ്യിദിനെയാണ് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ അവിടുന്ന് ഈ കാര്യവും പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ സയ്യിദിനെ സൈന്യത്തിന്റെ തലവനായി നിശ്ചയിക്കുന്നു. എന്നാൽ സയ്യിദ് യുദ്ധത്തിൽ മരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ജാഫർ ആയിരിക്കും. അദ്ദേഹവും മരിക്കുകയാണെങ്കിൽ അബ്ദുല്ലാ ബിനു റവാഹയായിരിക്കും. പിന്നീട് ആരിലാണോ മുസ്ലിങ്ങൾ ഐക്യപ്പെടുന്നത് അവർ സൈന്യത്തെ നയിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഒരു യഹൂദി അവിടെ അങ്ങയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ താങ്കളെ നബിയായി വിശ്വസിക്കുന്നില്ല. എന്നാൽ താങ്കൾ സത്യവാനാണ് എങ്കിൽ ഈ 3-ൽ ആരും തന്നെ ജീവനോടെ തിരിച്ചു വരികയില്ല. കാരണം നബിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അത് പൂർത്തിയാവുക തന്നെ ചെയ്യും. ആ യഹൂദി ഹദ്റത്ത് സയ്യിദിന്റെ അടുത്ത് പോയി എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, അഥവാ നിങ്ങളുടെ റസൂൽ സത്യവാനാണെങ്കിൽ നീ ജീവനോടെ തിരിച്ചു വരികയില്ല. ഹദ്റത്ത് സയ്യിദ് പറഞ്ഞു, ഞാൻ ജീവനോട് തിരിച്ചു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്നാൽ ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും സത്യവാനാണ്.
അതായത് വിശ്വസിക്കാതെയും യഹൂദി ഈ കാര്യത്തിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അങ്ങയുടെ വാക്കുകൾ പൂർത്തിയാക്കുക തന്നെ ചെയ്യും. എന്നാലും ഇത് അവരുടെ നീചത്വമാണ്. എന്നിട്ടും അവർ വിശ്വസിക്കില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളുകളുടെ എഴുതുന്നു. അള്ളാഹുവിന്റെ ഹിക്മത്താണ് ഈ സംഭവം അതുപോലെ തന്നെ സംഭവിക്കുകയുണ്ടായി. ആദ്യം ഹദ്റത്ത് സെയ്ദ് ഷഹീദായി, പിന്നീട് ഹദ്റത്ത് ജാഫർ നേതൃത്വം ഏറ്റെടുത്തു, അദ്ദേഹം ഷഹീദായി. പിന്നീട് ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു, അദ്ദേഹവും വധിക്കപ്പെടുകയുണ്ടായി. സൈന്യത്തിൽ പിളർപ്പുണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. എന്നാൽ ഹദ്റത്ത് ഖാലിദ് ബിൻ വലീദ് ചില മുസ്ലിങ്ങളുടെ പറഞ്ഞതനുസരിച്ച് പതാക തൻ കൈകളിൽ ഏന്തുകയും അള്ളാഹു അദ്ദേഹം മുഖേന മുസ്ലിങ്ങൾക്ക് വിജയം നൽകുകയും ചെയ്തു. അദ്ദേഹം സൈന്യത്തെ നല്ലപോലെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഈ സംഭവം ഞാൻ വിവരിച്ചിട്ടുള്ളത് അത് മുമ്പും വിവരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയുടെ ആത്മാർത്ഥതയും കൂറും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തോടുള്ള പ്രകടനവും ഇസ്ലാമിനോടുള്ള സ്നേഹത്തിന്റെ പ്രകടനവും വെളിപ്പെടുന്നതാണ്. അതുകൊണ്ട് ഇത് വിവരിക്കേണ്ടത് നിർബന്ധമാണ്. ഹസ്രത്ത് ഉർവയിൽ നിന്ന് നിവേദനം, ഹസ്രത്ത് ഉസാമ ബിൻ സെയ്ദ് അദ്ദേഹത്തോട് പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഴുതപ്പുറത്ത് യാത്രയാവുകയുണ്ടായി. അതിൽ ഇരിപ്പിടം ഒരുക്കിയിരുന്നു. അതിന് താഴെ ഫദക് പ്രദേശത്തെ പുതപ്പുണ്ടായിരുന്നു. അതിന് പിന്നിൽ അവിടുന്ന് ഉസാമയെ ഇരുത്തിയിരുന്നു. അവിടുന്ന് സഅദ് ബിൻ ഉബാദയെ സന്ദർശിക്കുന്നതിന് ബനു ഹാരിസ് ബിൻ ഖദ്ർ കബീലയുടെ അടുത്തേക്ക് പോവുകയുണ്ടായി. ഇത് ബദറിനു മുമ്പുള്ള സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിനടുത്തൂടെ കടന്നുപോയി. അതിൽ മുസ്ലിങ്ങളും മുശ്രിക്കീങ്ങളും യഹൂദികളും കൂടിക്കലർന്നിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ അബ്ദുല്ല ബിൻ ഉബയ്യും ഉണ്ടായിരുന്നു. ആ സദസ്സിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയും ഉണ്ടായിരുന്നു. ആ സദസ്സിൽ പൊടിപാറിയപ്പോൾ വാഹനത്തിന്റെ അബ്ദുല്ല ബിൻ ഉബയ് തന്റെ പുതപ്പുകൊണ്ട് മൂക്ക് പൊത്തുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ മേൽ പൊടി പാറ്റിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അസ്സലാമു അലൈക്കും പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്നു യാത്രാവാഹനത്തിൽ നിന്നിറങ്ങി. എന്നിട്ട് അവരെ അള്ളാഹുലേക്ക് വിളിച്ചു. അവർക്ക് വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു. അബ്ദുല്ല ബിൻ ഉബൈ പറയാൻ തുടങ്ങി, അല്ലയോ മനുഷ്യ, ഇത് നല്ലൊരു കാര്യമല്ല. നീ പറയുന്നത് സത്യമാണ് എങ്കിൽ ഞങ്ങളുടെ സദസ്സുകളിൽ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. നിന്റെ സങ്കേതത്തിലേക്ക് തിരിച്ചു പോവുക. ആരാണോ നിങ്ങളുടെ അടുത്ത് വരുന്നത് അവർക്ക് ഇത് വിവരിച്ചു കൊടുക്കുക. ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹ ഉടനെ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, താങ്കൾ ഞങ്ങളുടെ സദസ്സുകളിൽ വന്നാലും ഞങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. ആരെയും അദ്ദേഹം ഭയന്നില്ല, ആരെയും അദ്ദേഹം വിലവെച്ചില്ല. പിന്നീട് അവിടെ കലഹമുണ്ടായി. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. അത് ഇബ്നു അബ്ബാസിൽ നിന്ന് നിവേദനം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദ്ധതിയിൽ സഹാബാക്കളെ നിയോഗിച്ചയച്ചു. അതിൽ ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയും ഉണ്ടായിരുന്നു. ജുമാ ദിവസമായിരുന്നു. ആ പദ്ധതിയിലുള്ള ആളുകളെല്ലാവരും തന്നെ പുറപ്പെട്ടു. പറഞ്ഞു, അബ്ദുല്ല ബിൻ റവാഹ പറഞ്ഞു, ഞാൻ പിന്നിലായി ജുമാ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അനുഷ്ഠിച്ച് അവരുമായി പോയി കൂടിച്ചേരുന്നതായിരിക്കും. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിന്റെ കൂട്ടുകാരോടൊപ്പം പോകുന്നതിൽ നിന്ന് എന്താണ് നിന്നെ തടഞ്ഞത്? അദ്ദേഹം പറഞ്ഞു, എന്റെ ആഗ്രഹം ഇതായിരുന്നു, ഞാൻ തങ്ങളോടൊപ്പം ജുമാ നമസ്കരിക്കണം, പിന്നീട് അവരെ പോയി ഞാൻ കാണുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭൂമിയിലുള്ളതെല്ലാം തന്നെ അതെല്ലാം തന്നെ നിങ്ങൾ ചെലവ് ചെയ്താലും ആരാണോ ഈ പദ്ധതിയിൽ പുറപ്പെട്ടിട്ട് അവരുടെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല. ഞാൻ നിങ്ങളെ ഏതൊരു ഉദ്ദേശത്തിനു വേണ്ടി നിയോഗിച്ചയച്ചത് അത് ജുമാ നമസ്കാരത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് വഴിയിൽ വെച്ചും ജുമാ നമസ്കരിക്കാമായിരുന്നു. ഹദ്റത്ത് അബൂ ദർദ വിവരിക്കുന്നു, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം റംലാൻ മാസത്തിൽ കഠിനമായ ചൂടിൽ പുറപ്പെടുകയുണ്ടായി. ചൂടിൽ ഇത്രമാത്രം കഠിനകരമായിരുന്നു, ഞങ്ങളിൽ ഓരോരുത്തരും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തല കൈകൊണ്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളിൽ ആരും നോമ്പെടുത്തവരുണ്ടായിരുന്നില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുല്ല ബിൻ റവാഹയും ഒഴികെ. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് എഴുതുന്നു, മദീനയിൽ താമസിക്കുന്നതിന്റെ ഏറ്റവും ആദ്യത്തെ ജോലി മസ്ജിദുൻ നബവിയുടെ നിർമ്മാണമായിരുന്നു. ഏതൊരു സ്ഥലത്ത് പോയാണോ അങ്ങയുടെ ഒട്ടകം പോയി ഇരുന്നത് അത് മദീനയിലെ 2 കുട്ടികൾ സഹൽ, സുഹൈൽ എന്നിവരുടെ ഉടമസ്ഥയിലുള്ളതായിരുന്നു. ഹദ്റത്ത് അസദ് ബിൻ സുറാറയുടെ മേൽനോട്ടത്തിലാണ് അവർ താമസിച്ചിരുന്നത്. ഇത് ഒരു തരിശുഭൂമിയായിരുന്നു. അതിന്റെ ഒരു ഭാഗത്ത് ഏതാനും ചില ഈന്തപ്പന മരങ്ങൾ ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് തരിശുഭൂമിയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കും പള്ളിയോടനുബന്ധമായ റൂമുകൾക്കും വേണ്ടി അത് ഇഷ്ടപ്പെട്ടു.
10 ദിനാർ ഏകദേശം 90 രൂപ നൽകിക്കൊണ്ട് അത് വാങ്ങിക്കുകയുണ്ടായി. ആ സ്ഥലം നിരപ്പാക്കിക്കൊണ്ട് മരങ്ങൾ മുറിച്ച് മസ്ജിദ് നബവി നിർമ്മിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ദുആ ചെയ്തുകൊണ്ട് തറക്കല്ലിട്ടു. ഏതുപോലെ ഖുബായിലെ പള്ളിയിൽ ചെയ്തു. സഹാബാക്കൾ ജോലിക്കാരെ പോലെ ജോലി ചെയ്തു. അതിൽ ചിലപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുക്കാറുണ്ടായിരുന്നു. ചില സമയത്ത് ഇഷ്ടികകൾ വെക്കുമ്പോൾ സഹാബ ഹദ്റത്ത് അബ്ദുല്ലാ ബിൻ റവാഹ അൻസാരിയുടെ ഈ കവിത ചൊല്ലുമായിരുന്നു: ഹാദൽ ഹിമാലു ലാ ഹിമാല ഖൈബറ ഹാദൽ അബറു റബ്ബന വ അത്ഹർ. അതായത് ഈ ഭാരം ഖൈബറിലെ കച്ചവട ധനത്തിന്റെ ഭാരമല്ല, ഏതൊന്നാണോ മൃഗങ്ങളുടെ മേൽ കെട്ടിവെച്ചു കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ നാഥ, മറിച്ച് ഇത് വിശുദ്ധിയുടെയും തഖ്വയുടെയും ഭാരമാണ്. നിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ അത് വഹിക്കുകയാണ്. ചിലപ്പോൾ സഹാബാക്കൾ ജോലി ചെയ്യുമ്പോൾ അബ്ദുല്ലാ ബിൻ റവാഹയുടെ ഈ കവിത ചൊല്ലുമായിരുന്നു: അല്ലാഹുമ്മ ഇനൽ അജ്റൽ ആഖിറ ഫർഹമിൽ അൻസാർ വൽ മുഹാജിറ. അല്ലാഹുവേ, യഥാർത്ഥത്തിലുള്ള പ്രതിഫലം ആഖിറത്തിലെ പ്രതിഫലമാണ്. നീ നിന്റെ അനുഗ്രഹം കൊണ്ട് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും മേൽ നിന്റെ കാരുണ്യം ചൊരിഞ്ഞാലും. സഹാബാക്കൾ ഈ കവിത ചൊല്ലുമ്പോൾ ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊപ്പം ഏറ്റുചൊല്ലുമായിരുന്നു. ഇതുപോലെ ഒരു ദീർഘകാലത്തെ അധ്വാനത്തിനു ശേഷം മസ്ജിദ് പൂർത്തിയായി. ഇതാണ് അബ്ദുല്ലാ ബിൻ റവാഹയെ കുറിച്ചുള്ള സ്മരണ. കാരണം ഇനി ഒരു ജനാസ ഞാൻ നമസ്കരിപ്പിക്കണം, അതുപോലെ തന്നെ മർഹൂമിനെ കുറിച്ച് പറയുകയും ചെയ്യണം. അതുകൊണ്ട് ഇന്ന് ഒരു സഹാബിയെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞതുപോലെ മർഹൂമിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ ബഹുമാനിയായ ഡോക്ടർ ലത്തീഫ് അഹമ്മദ് ഖുറൈശി സാഹിബ്. അദ്ദേഹം മൻസൂർ അഹമ്മദ് ഖുറൈശി സാഹിബിന്റെ മകനായിരുന്നു. ജനുവരി 19, 2020 ഉച്ചയ്ക്ക് ഏകദേശം 1 മണിക്ക് തന്റെ വീട്ടിൽ വെച്ച് ഏകദേശം 80 വയസ്സ് പ്രായത്തിൽ ദൈവിക നിശ്ചയപ്രകാരം വഫാത്തായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം മൂസിയായിരുന്നു. ഇന്ത്യയിലെ അജ്മീർ ഷരീഫാണ് അദ്ദേഹം ജനിച്ചത്. 1937 ഇദ്ദേഹത്തിന്റെ പിതാവ് മൻസൂർ ഖുറൈശി സാഹിബ് ഹദ്റത്ത് മുസ്ലിം മൗദിന്റെ കൈകളിൽ ബൈഅത്ത് ചെയ്തു. ഇദ്ദേഹത്തിന്റെ മാതാവ് ബഹുമാനപ്പെട്ട മൻസൂറ ബുഷ്ര സാഹിബ ആണ്. അവർ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബി ഹദ്റത്ത് മുൻഷി ഫയാസ അലി സാഹിബ് കപൂർ തലവിയുടെ ദൗഹിത്രിയും ഹദ്റത്ത് ഷേഖ് അബ്ദുൽ ലത്തീഫ് സാഹിബ് മീററ്റിയുടെ പൗത്രിയും ആയിരുന്നു. അവരും ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ ഖുറൈശി സാഹിബിന്റെ മാതാപിതാക്കൾ പാകിസ്ഥാൻ രൂപീകരണ സമയത്ത് ഹിജ്റത്ത് ചെയ്ത് ലാഹോറിലെത്തി. ഇവിടെ വെച്ച് അദ്ദേഹം മെട്രിക് പരീക്ഷ പാസ്സായി. അതിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. പിന്നീട് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ചു. അന്നത്തെ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ MBBSന്റെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. അവിടുത്തെ പ്രിൻസിപ്പൽ അദ്ദേഹത്തെ കുറിച്ച് പ്രത്യേകമായ നിലയിൽ ഇക്കാര്യം പറയുകയുണ്ടായി. 1961 അദ്ദേഹം കൂടുതൽ വിദ്യാഭ്യാസത്തിനായി ഇംഗ്ലണ്ടിൽ വന്നു. ഇവിടെ ആദ്യം കുട്ടികളുടെ രോഗങ്ങളിൽ ഡിപ്ലോമ ചെയ്തു. പിന്നീട് MRCPയുടെ ഡിഗ്രി കരസ്ഥമാക്കി. പിന്നീട് ഡുവൽ സബ്സെറ്റിൽ കൺസൾട്ടന്റ് ജോലി ഇദ്ദേഹത്തിന് ലഭിച്ചു. അവിടെ പ്രത്യേകമായ നിലയിൽ ഹൃദയ രോഗങ്ങളിൽ പ്രാവീണ്യം നേടി. 1968 ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല ഡോക്ടർ സാഹിബിനോട് ചോദിച്ചു, താങ്കൾ ഞങ്ങളുടെ അടുത്തേക്ക് എപ്പോഴാണ് വരുന്നത്? അപ്പോൾ ഡോക്ടർ സാഹിബ് പറഞ്ഞു, താങ്കൾ എപ്പോഴാണ് കൽപ്പന നൽകുന്നത്? അപ്പോൾ അവിടുന്ന് പറഞ്ഞു, താങ്കൾ വരിക. അങ്ങനെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ ജോലി ഉപേക്ഷിച്ച് റബുയിലേക്ക് വന്നു. ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ ഡോക്ടറായി നിയമിതനായി. പിന്നീട് അദ്ദേഹം അവിടെ നീണ്ടകാലം ജോലി ചെയ്തു. 11 ജൂലൈ 1983 ചീഫ് മെഡിക്കൽ ഓഫീസർ ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ നിയമിതനായി. 87 വരെ ഇതേ സേവനത്തിൽ നിയമിതനായി. 60 വയസ്സുവരെ ഫസലെ ഉമർ ഹോസ്പിറ്റൽ സേവനത്തിൽ തൗഫീക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 1998 റിട്ടയറായി. സെപ്റ്റംബർ 6, 1998 വീണ്ടും ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ നിയമിതനായി. ഡിസംബർ 2002 വരെ അദ്ദേഹം ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. ഇങ്ങനെ ഫസലെ ഉമർ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന്റെ സേവനകാലം ഏകദേശം 30 വർഷം ആണ്. ഡോക്ടർ ലത്തീഫ് ഖുറൈശി സാഹിബ് വഖഫെ ജിന്ദഗിയായ ഡോക്ടറായിരുന്നു എന്നതുകൂടാതെ ഖുദാമുൽ അഹമ്മദിയ മർക്കസിയ, അൻസാറുല്ല മർക്കസിയയിലും വിവിധ സ്ഥാനങ്ങൾ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചു. ഇപ്പോൾ അദ്ദേഹം നായിബ് സദർ അൻസാറുല്ല ആയിരുന്നു.
മജ്ലിസെ ഇഫ്തായിലെ മെമ്പറുമായിരുന്നു. ഈ കാലഘട്ടത്തിൽ 2 വർഷം ഇദ്ദേഹം 2 പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ ആളുകൾക്കുള്ളതാണ്. ആരോഗ്യത്തിന്റെ തത്വങ്ങൾ, ഹെൽത്തി ലിവിംഗ് എന്നിവയാണത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ ഏതാനും ദിവസം മുമ്പ് വഫാത്തായിരുന്നു. അവരെക്കുറിച്ച് ഞാൻ സ്മരിച്ചിരുന്നു. ഗുലാം അബ്ദുൽ മാലിക് ഖാൻ സാഹിബിന്റെ മകളായിരുന്നു അവർ. കഴിഞ്ഞ ജുമാ നമസ്കാരത്തിൽ അവരുടെ ജനാസ ഞാൻ നമസ്കരിപ്പിച്ചു. അതിന് 2 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ വഫാത്തും സംഭവിച്ചു. അതായത് അവരുടെ വഫാത്തിന് ഏകദേശം 15 ദിവസങ്ങൾക്ക് ശേഷം ഇദ്ദേഹത്തിന്റെ സന്തപ്ത കുടുംബത്തിൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നത് പോലെ 3 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമുണ്ട്. ഇദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ അതാഉൽ മാലിക് പറയുന്നു, ഞാൻ ബുദ്ധി ഉറച്ച കാലം മുതൽ പിതാവ് ഒരിക്കലും തന്നെ തഹജ്ജുദ് നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല. ഇതുപോലെ ഞങ്ങളുടെ ഉമ്മ പറയുമായിരുന്നു, വിവാഹത്തിന്റെ ആദ്യ ദിവസം മുതൽ തഹജ്ജുദ് നമസ്കാരം സ്ഥിരമായി നമസ്കരിക്കുമായിരുന്നു. ഏകദേശം 50 വർഷത്തോളം ദിവസവും വീഴ്ചയില്ലാതെ തഹജ്ജുദ് നമസ്കരിച്ചു. ഉമ്മയുടെ അവസാന രോഗത്തിന്റെ അവസ്ഥയിലും പിതാവ് വളരെ അധ്വാനിച്ച് അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുമായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഡയാലിസിനും മറ്റും ചെയ്യുന്നതിനു വേണ്ടി അനേകം മണിക്കൂറുകൾ അവിടെ ഇരിക്കണമായിരുന്നു. അസുഖമുണ്ടായിരുന്നു. എന്നിട്ടും തഹജ്ജുദ് ഒരിക്കലും ഉപേക്ഷിച്ചില്ല. രോഗികളോട് വളരെ അനുകമ്പയോടുകൂടി പെരുമാറുമായിരുന്നു. ദരിദ്രരെ സേവിക്കുന്ന ആളായിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് ദരിദ്ര രോഗികൾ അദ്ദേഹത്തിന്റെ അടുത്ത് വരികയും മരുന്നുകൾ വാങ്ങുകയും രോഗശമനം നേടുകയും ചെയ്യുമായിരുന്നു. പല രോഗികളുടെ അടുത്തു നിന്നും ഫീസ് പോലും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല. ചിലപ്പോൾ തന്റെ ഭാഗത്ത് നിന്ന് അവരെ സഹായിക്കുമായിരുന്നു. എപ്പോഴും ഉപദേശിക്കുമായിരുന്നു. ഷിഫ അള്ളാഹുവിന്റെ കൈകളിലാണ്. തന്റെ ഡോക്ടർമാരായ 3 മക്കൾക്കും പ്രത്യേകമായി കൂടെ കൂടെ ഈ കാര്യം ഉറപ്പിച്ചു പറഞ്ഞു നൽകുമായിരുന്നു. എപ്പോഴും തങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ദുആയിൽ മുഴുകുക. മകൻ പറയുന്നു, പലപ്പോഴും ഞാൻ എന്റെ പിതാവിനോട് തന്റെ രോഗികൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുമായിരുന്നു. അടുത്ത ദിവസം അദ്ദേഹം ഫോൺ ചെയ്ത് ചോദിക്കുമായിരുന്നു, ഇപ്പോൾ രോഗിയുടെ അവസ്ഥ എന്താ? ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. 1969 ഇംഗ്ലണ്ടിൽ കൺസൾട്ടന്റായി ജോലി ചെയ്യുമ്പോൾ എല്ലാ ഭൗതിക നേട്ടങ്ങളും പണവും ഉപേക്ഷിച്ച് അള്ളാഹുവിൽ തവക്കൽ ചെയ്ത് റബുയിൽ വന്നു. അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ പരിപൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. എല്ലാ ഭൗതികവും മതപരവുമായ ജോലി സ്വയം അവൻ തന്നെ ചെയ്തു തീർക്കുന്നതാണ്. കുട്ടികളും ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കുന്നത് അള്ളാഹു അനുഗ്രഹിച്ചു. ഒരിക്കലും തന്നെ സാമ്പത്തികമായ പ്രയാസമുണ്ടായില്ല. കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസവും കരസ്ഥമാക്കി. കുട്ടികളും അധിക പേരും 3 ഡോക്ടർമാരാണ്. അമേരിക്കയിലാണുള്ളത്. തന്റെ മാതാപിതാക്കളെ വളരെയധികം സേവിക്കുന്ന ആളായിരുന്നു. അവസാന സമയം വരെ മാതാവിന് സ്വയം ഭക്ഷണം നൽകിക്കൊണ്ടിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഇവരുടെ മാതാവ് ജീവിച്ചിരിപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ അടുത്ത് തന്നെയാണുള്ളത്. മകൻ പറയുന്നു, ഞാൻ അമേരിക്കയിൽ പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷ നടത്തുമ്പോൾ വളരെയധികം സഹായിച്ചു. കുട്ടികളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. കാണിച്ചു കൂട്ടലിന് അങ്ങേയറ്റം വെറുത്തിരുന്നു. എപ്പോഴും സാധാരണ രീതിയിൽ ജീവിതം നയിച്ചു. എല്ലാ ചെറുതുവലുതുമായ ജോലികൾക്കു മുമ്പ് കാലത്തിന്റെ ഖലീഫയ്ക്ക് ദുആക്ക് വേണ്ടി കത്തെഴുതുമായിരുന്നു. അഭിപ്രായം ചോദിക്കുമായിരുന്നു. ഇദ്ദേഹത്തിന്റെ 2ാമത്തെ മകൻ ഡോക്ടർ മുഹമ്മദ് അഹമ്മദ് ഖുറൈഷി പറയുന്നു, ഖലീഫ സാലിസ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുമായിരുന്നു, ഇദ്ദേഹം കേവലം ഡോക്ടർ മാത്രമല്ല, മറിച്ച് ദുആ ചെയ്യുന്ന ഡോക്ടർ കൂടിയാണ്. ഓരോ രോഗിക്കും വേണ്ടി ദുആ ചെയ്യുകയും ഓരോ ചീട്ടെഴുതുന്നതിനു മുമ്പും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതുകയും അതിന് താഴെ ഹുവ ഷാഫി എന്നെഴുതുകയും ചെയ്യുമായിരുന്നു. ഇതുപോലെ തന്നെ മറ്റു ഡോക്ടർമാർക്ക് ഉപദേശിക്കുമായിരുന്നു, ദുആ ചെയ്യുക രോഗികൾക്ക് വേണ്ടി. യഥാർത്ഥ ഷിഫ അള്ളാഹുവിന്റെ കൈകളിലാണുള്ളത്. പറയുന്നു, എന്റെ ഉമ്മയുടെ വഫാത്ത് നടന്നപ്പോൾ കോസിൽ നിന്ന് ഒരു രോഗി വന്നു. അദ്ദേഹം വണ്ടിയിൽ നിന്ന് എവിടെ പോവുകയായിരുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങി രോഗിയെ പരിശോധിച്ചു, മരുന്ന് എഴുതി നൽകുകയും ചെയ്തു. അധികം രോഗികൾക്കും പോക്കറ്റിൽ നിന്ന് മരുന്നുകൾ വാങ്ങി രോഗികൾക്ക് നൽകുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, ഒരു സ്ത്രീ എന്നോട് പറയുകയുണ്ടായി, അവരുടെ പിതാവിന് ഹാർട്ട് അറ്റാക്ക് വന്നു. അപ്പോൾ അദ്ദേഹം വീട്ടിൽ തനിച്ചായിരുന്നു. അതായത് ആ സ്ത്രീയുടെ പിതാവ്. ഇദ്ദേഹം ചെന്ന് രോഗിയെ വീട്ടിൽ ചെന്ന് പരിശോധിച്ചു. കുട്ടികൾക്ക് ഫോൺ ചെയ്തു. അദ്ദേഹത്തിന്റെ കുട്ടികൾ വീട്ടിൽ വരുന്നത് വരെ രോഗിയുടെ അടുത്ത് തന്നെ ഇരുന്നു. രോഗിയെ ഉപേക്ഷിച്ചില്ല. എല്ലാ വർഷവും തയ്യാറെടുപ്പോടുകൂടി ഇംഗ്ലണ്ടിലെയും കാദിയാനിലെയും ജൽസയിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുമായിരുന്നു. അധ്വാനശീലം വളരെ അധികമായിരുന്നു. വളരെ ധൈര്യപൂർവ്വം എല്ലാ ജോലികളും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൾ പറയുന്നു, വഫാത്തിന് ശേഷം എന്നോട് പറഞ്ഞു, എന്നോടൊപ്പം നിന്റെ ഉമ്മയുടെ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുക. ജോലി പൂർത്തിയായപ്പോൾ ഇത്രമാത്രം നന്ദി പ്രകടിപ്പിച്ചു. എനിക്ക് ലജ്ജ തോന്നി. ഒരു കാര്യം ജോലി ചെയ്യുമ്പോൾ എന്നോട് കൂടെ കൂടെ പറയുമായിരുന്നു,
മോളെ എല്ലാ ജോലിയും പെട്ടെന്ന് ചെയ്യുക, ഇന്ന് തന്നെ പൂർത്തിയാക്കുക, കാരണം എന്റെ അടുത്ത് സമയം തീരെയില്ല. അപ്പോൾ ഞാൻ ആ കാര്യം അധികം ശ്രദ്ധിച്ചില്ല, കൂടുതൽ ചോദിക്കുകയും ചെയ്തില്ല. അദ്ദേഹം തന്റെ സ്വപ്നങ്ങളും മറ്റും വിവരിക്കാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് സഹോദരൻ പറഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് ഒരു സ്വപ്നം കണ്ടിരുന്നു. പിന്നീട് പറഞ്ഞിരുന്നു എന്റെ സമയം വളരെ കുറച്ചാണ് ഉള്ളത്. മരണത്തിന് 1 മണിക്കൂർ മുമ്പ് വരെ രാവിലെ 9 മണി മുതൽ 1 മണി വരെ എത്ര വീട്ടിന്റെ ഓട് ചേർന്നുള്ള ക്ലിനിക്കിൽ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരുന്നു. 1 മണിക്ക് വീട്ടിൽ വന്നു, വളു എടുത്ത് മസ്ജിദ് മുബാറക്കിൽ നമസ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കട്ടിലിരുന്ന് ഷൂ അഴിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹത്തിന് മാസീവ് ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചു. അങ്ങനെ തന്റെ യജമാനന്റെ സമക്ഷം ഹാജരായി. അയൽവാസികളോട് സ്നേഹത്തിന്റെ ബന്ധമായിരുന്നു. അയൽവാസികളും അദ്ദേഹത്തെ വളരെയധികം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. കവിതയും സാഹിത്യത്തിന്റെയും താല്പര്യമുണ്ടായിരുന്നു. ദുരെ സമീൻ, കാമെ മഹ്മൂദ്, ദുരെ അദൻ എന്നിവിടങ്ങളിൽ കവിതകൾ രീതിയോടുകൂടി ചൊല്ലുമായിരുന്നു. അദ്ദേഹം അനേകം കാസറ്റുകളും റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നല്ല കവിത രചിക്കുമായിരുന്നു. വൈജ്ഞാനിക താല്പര്യമുള്ള ആളായിരുന്നു. സയ്യിദ് ഹുസൈൻ അഹമ്മദ് മുറബി സിൽസിലാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ, സഹോദരി, ഭർത്താവാണ്. അദ്ദേഹം പറയുന്നു, ഡോക്ടർ സാഹിബ് പറഞ്ഞു, ലാഹോറിൽ ട്രെയിനിൽ ഇറങ്ങിയപ്പോൾ ലണ്ടനിൽ നിന്ന് പാകിസ്ഥാനിൽ ചെന്നപ്പോൾ ജമാഅത്തി സേവനത്തിനായി ഹോസ്പിറ്റലിൽ നേരെ സെക്രട്ടറിയുടെ ഓഫീസിൽ ചെന്നു. അത് ഖലീഫത്തുൽ മസീഹ് സാലിസ് അദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ചു. പിന്നീട് അവിടുന്ന് ചോദിച്ചു വന്നോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹുസൂർ വന്നിരിക്കുന്നു, ഹാജരായിരിക്കുന്നു. അപ്പോൾ ഹുസൂർ പറഞ്ഞു, താങ്കൾക്കായി ഒരു വീട് ഞാൻ പെയിന്റ് എല്ലാം അടിച്ചു വെച്ചിട്ടുണ്ട്, താങ്കൾ അവിടെ പോവുക, നാസറായലയിൽ നിന്ന് ചാവി വാങ്ങിക്കുക, അവിടെ താമസിക്കുക. പറയുന്നു, ഞാൻ വീട്ടിൽ പോവുകയും അത് തുറക്കുകയും ചെയ്തപ്പോൾ അതിൽ 2 കട്ടിലുകൾ ഉണ്ടായിരുന്നു. കൂടുതൽ കട്ടിലുകളും മറ്റു സാധനങ്ങളും പോയി അദ്ദേഹം മേടിച്ചു. വീട്ടിലേക്കുള്ള സാധനം കഴിച്ചു. ഒരു തരത്തിലുള്ള കാണിച്ചുകൂട്ടലും ഉണ്ടായിരുന്നില്ല. ഞാൻ വിദേശത്തു നിന്ന് പോയിരിക്കുകയാണെന്ന്. ജൽസയുടെ ദിവസങ്ങളിലും ആദ്യത്തെ വർഷം തന്നെ ഇദ്ദേഹത്തിന്റെ ഒരുപാട് അതിഥികൾ വന്നു. സ്വയം വൈക്കോലിൽ ഉറങ്ങുകയും തന്റെ വീട് അതിഥികൾക്ക് നൽകുകയും ചെയ്തു. തന്റെ ഭാര്യ പിതാവ് മൗലാന അബ്ദുൽ മാലിക് ഖാൻ സാഹിബിനെ വളരെയധികം സേവിച്ചു. ഭാര്യ മാതാവിന് വലിയ സേവനങ്ങൾ ചെയ്തു. ഡോക്ടർ സാഹിബ് പറയുമായിരുന്നു, ഹുസൈൻ സാഹിബ് എന്നോടൊപ്പമുള്ള ഡോക്ടർമാർ വലിയ വലിയ സ്ഥാനങ്ങളിൽ അവരോധിതരായിരുന്നു. എന്നോട് ചോദിക്കുമായിരുന്നു, താങ്കൾ റോബോ പോലുള്ള ചെറിയ സ്ഥലത്ത് ജോലി ചെയ്ത് എന്ത് വരുമാനമാണ് ലഭിക്കുക? അദ്ദേഹം പറയുമായിരുന്നു, ആളുകൾക്ക് അതിനെക്കുറിച്ച് അനുമാനിക്കാൻ സാധ്യമല്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഞാൻ റോബോയിൽ ചെയ്യുന്ന ജോലി അതിന്റെ പ്രതിഫലം എന്താണ് എന്ന്. ദുആയാണ്, അതിന് തുല്യമായ മറ്റൊരു പ്രതിഫലവും ഇല്ല. ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കൾ ഹദരത്ത് നവാബ് മുബാറക്ക ബേഗം സാഹിബ, ഹദരത്ത് സയ്യിദ് അഹമ്മദുൽ ഹഫീസ് ബേഗം സാഹിബ എന്നിവരെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. ഹദരത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ മരണസമയത്ത് ഇസ്ലാമാബാദിൽ ഹുസൂറിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് മഹാത്മാക്കളെ സേവിക്കാനുള്ള അവസരവും അദ്ദേഹത്തിന് ലഭിച്ചു. ഡോക്ടർ അബ്ദുൽ ഖാലിദ് സാഹിബ് പറയുന്നു, അഥവാ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എഴുതുകയാണ്, ദരിദ്രരുടെ ഡോക്ടർ ഈ നഗരത്തിൽ നിന്ന് വിട പറഞ്ഞു എങ്കിൽ അത് ഒരു അതിശയോക്തിയല്ല. അദ്ദേഹം 600 വർഷം ഈ പ്രദേശത്തെ ദരിദ്രരും അശരണുമായ രോഗികൾക്ക് ഒരു തരത്തിലുള്ള മതവർഗ വ്യത്യാസമില്ലാതെ സേവനം ചെയ്തു. അദ്ദേഹം ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിരുന്ന സമയത്ത് വിവിധ വസ്തുക്കൾ ഹോസ്പിറ്റലിന് വേണ്ടി വാങ്ങുന്നതിന് വേണ്ടി ലാഹോറിൽ പോവുകയും മാർക്കറ്റിൽ നിന്ന് വില പരിശോധിക്കുകയും ഏറ്റവും നിലവാരമുള്ളതുമായ വസ്തുക്കൾ കൊണ്ടുവരികയും ചെയ്യുമായിരുന്നു. അധികവും ദിവസം മുഴുവൻ അതിനുവേണ്ടി ചിലവാക്കും. ജമാഅത്തിന്റെ ധനവേദനയോടും വിശ്വസ്തയോടും ചിലവ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ഒരു ഗുണമായിരുന്നു. ഹോസ്പിറ്റലിൽ അൾട്രാസൗണ്ടും ആൻഡോസ്കോപ്പി വകുപ്പും അദ്ദേഹമാണ് ആരംഭിച്ചത്. തുടക്കത്തിൽ നടന്നും ചിലപ്പോൾ സൈക്കിളിലും പോയി ഹദരത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബാക്കളെ അവരുടെ വീടുകളിൽ പോയി പരിശോധിക്കുമായിരുന്നു. മരുന്നുകൾ നൽകുമായിരുന്നു. ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുമായിരുന്നു, അഹമ്മദിയ ഖലീഫമാരുടെ ദുആ ഇതിനോടൊപ്പമുണ്ട്. ഞാൻ ചികിത്സയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരുപാട് മുഅ്ജിസത്തുകൾ സംഭവിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഡോക്ടർ സുൽത്താൻ മുബഷിർ സാഹിബ് എഴുതുന്നു, ഫസ്ലെ ഉമർ ഹോസ്പിറ്റലിന്റെ സേവനം ഏകദേശം 30 വർഷത്തോളം ഉണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹത്തിന് ചില പരീക്ഷണങ്ങളും നേരിട്ടു. അള്ളാഹുവിന്റെ ഈ വിനീതനും എളിമയുള്ളവരുമായ ദാസൻ തലകുനിച്ചുകൊണ്ടേയിരുന്നു. പ്രൗഢിയുടെ പർവ്വതമായി അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്തുകൊണ്ടിരുന്നു. സുൽത്താൻ മുബഷിർ സാഹിബ് ഇത് ശരിയാണ്, ചില കാര്യങ്ങൾ എന്റെ വിലുണ്ട്, എനിക്കറിയാം. വളരെ പ്രൗഢിയോടുകൂടി അദ്ദേഹം ഒരുവിധത്തിലുള്ള പറയാതെ ചില പ്രയാസങ്ങൾ നേരിട്ടു. പിന്നീട് അള്ളാഹു അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. ഒരിക്കൽ തന്നെ ഭാരവാഹികളെ കുറിച്ച് ഒരു പരാതിയും പറഞ്ഞില്ല. തങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഒരു വിധത്തിലുള്ള പരാതിയും മറ്റുള്ളവരോട് പറഞ്ഞില്ല. ഡോക്ടർ സുൽത്താൻ മുബഷിർ സാഹിബ് എഴുതുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം കേവലം ധനികരുടെയും മറ്റുള്ളവരുടെയും ചികിത്സ മാത്രമല്ല ചെയ്തത്, മറിച്ച് എല്ലാവരെയും ഒരേപോലെ ചികിത്സിക്കുമായിരുന്നു.
ഡോക്ടർ സുൽത്താൻ ബഷീർ വിവരിക്കുന്നത് ശരിയാണ്. ഡോക്ടർ സുൽത്താൻ ബഷീർ സാഹിബ് ഒരു സംഭവം വിവരിക്കുന്നു. ഒരിക്കൽ ഒരു ഉച്ച സമയത്ത് ഡ്രൈവർ റഹ്മത്ത് അലി സാഹിബിന്റെ ഭാര്യ എമർജൻസിയിൽ വന്നു. ഞാൻ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ വരാൻ അപേക്ഷിച്ചു. ഏതാനും മിനിറ്റുകൾ കൊണ്ട് ദാറുൽ ഉലൂം ഷർക്കിൽ നിന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയുണ്ടായി. ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നില്ല. റബുയിൽ തികച്ചും മറ്റൊരു കോണിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് വരികയുണ്ടായി. ജമാഅത്തിനോട് വളരെ ആത്മാർത്ഥതയുള്ള ആളായിരുന്നു. പലതവണ അപ്രകാരം സംഭവിച്ചു. ഞങ്ങൾ യുവ ഡോക്ടർമാർ തങ്ങളുടെ ഉയർന്ന ഓഫീസർമാരുടെ നിർദ്ദേശങ്ങൾ ശിക്ഷാ നടപടികളും കാരണം അതൃപ്തരായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വളരെ സ്നേഹത്തോടു കൂടി മനസ്സിലാക്കി തന്നു, നാം എല്ലാ അവസ്ഥയിലും നിസാമിനെ അനുസരിക്കണം, ക്ഷമ കൈക്കൊള്ളണം. ഇദ്ദേഹത്തിന്റെ ഭാര്യ വഫാത്തായ സമയത്ത് ഷൌക്കത്ത് സാഹിബ, അപ്പോൾ അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ 2 സഹോദരി പുത്രന്മാരുടെ വലീമ സൽക്കാരം ഉണ്ടായിരുന്നു. അല്ല, ആ ദിവസം തന്നെ വലീമ സൽക്കാരം ഉണ്ടായിരുന്നു. അദ്ദേഹം വരന്റെ വീട്ടിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഭാര്യ വഫാത്തായിരിക്കുന്നു, എന്നാൽ നിങ്ങൾ ഫംഗ്ഷൻ തീർച്ചയായും നടത്തിക്കൊള്ളുക. നിങ്ങളുടെ ഫംഗ്ഷനെ നിങ്ങൾ മാറ്റിവെക്കരുത്. കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ വരന്റെ മാതൃ സഹോദരിയായിരുന്നു. 2 പുത്രന്മാരുടേതായിരുന്നു, ഹുസൈൻ സാഹിബിന്റെ മക്കളുടേത്. അദ്ദേഹം പറഞ്ഞു, വലീമ തീർച്ചയായും നടത്തുക, ഫംഗ്ഷൻ തീർച്ചയായും നടത്തുക. ഇദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ മെഹബൂബ് പറഞ്ഞു, ഞാൻ എന്നാൽ സൽക്കാരത്തിന് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തിയിൽ തൃപ്തരാകേണ്ടതാണ്. ഉപദേശിക്കുകയുണ്ടായി. പറഞ്ഞു, അത്തരം അവസരത്തിലാണ് മനുഷ്യന് പരീക്ഷണങ്ങൾ വരാറുള്ളത്. ക്ഷമയും തൃപ്തിയും അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ലഭിക്കുക. പിന്നീട് മകനെയും കൂട്ടിക്കൊണ്ട് ആ സൽക്കാരത്തിൽ പങ്കെടുത്തു. മുഹല്ലയിൽ വലീമയുടെ സമയം വരെ വഫാത്തിനെ കുറിച്ചുള്ള അറിവില്ലാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തോട് കാരുണ്യത്തോടും മഗ്ഫിറത്തോടും കൂടി പെരുമാറുകയും ക്ഷമ നൽകുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ മുകളിൽ നിന്ന് മാതാവും പിതാവും വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ഇവരുടെ 2 പേരുടെയും നന്മ ഭാര്യ ഭർത്താവിന്റെ കുട്ടികളിലും നിലനിർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മാതാവ് ഞാൻ പറഞ്ഞതുപോലെ ജീവനോടുണ്ട്. അവർ രോഗിയുമാണ്. അള്ളാഹു അവരോട് കാരുണ്യവും അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر